ആധുനിക കാലത്ത് മനുഷ്യർ അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് വളരെ കൺസേൺഡാണ്. അപ്പോൾ ആരോഗ്യം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് നമ്മുടെ ആൾക്കാർ ഒരുപാട് ബന്ധപ്പെടാറുണ്ട്. എന്നാൽ പലപ്പോഴും അവരുടെ പ്രയത്നങ്ങൾ അവരെ കൂടുതൽ രോഗികളാക്കി മാറ്റുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ശരിയായ രീതിയിൽ നമ്മുടെ ആരോഗ്യം എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുവാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നല്ലതാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മളെ ബാധിക്കുന്ന പല സാധാരണ രോഗങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒരവസ്ഥയാണ് നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ്സിനുണ്ടാകുന്ന മാൽഫങ്ഷനിങ് എന്ന് പറയുന്നത്. അപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡ് ഇത്ര പ്രാധാന്യമുള്ളതാണോ എന്ന് പലരും നമ്മൾ ചിന്തിക്കും. ഒരു രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെ മുഴുവനും നിയന്ത്രിക്കുന്നത് തൈറോയിഡ് ഗ്ലാൻഡാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്ലാൻഡാണ്. അപ്പോൾ ഈ തൈറോയിഡ് ഗ്ലാൻഡിനുണ്ടാകുന്ന ഏതെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്ന മാൽഫങ്ഷനിങ് നമ്മുടെ ആരോഗ്യത്തെ അത് പൊതുവായിട്ട് ബാധിക്കും. അതുകൊണ്ട് നമ്മൾ ഈ തൈറോയിഡ് ഗ്ലാൻഡിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും അതുമൂലം ഉണ്ടാകുന്ന അസന്തുലിതാവസ്ഥയും എന്താകുന്നു എന്നുള്ളത് കൂടുതലായിട്ടൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതിന് നമ്മെ സഹായിപ്പാനായിട്ട് ഇന്ന് നമ്മോടൊപ്പം എത്തിയിരിക്കുന്ന ഡോക്ടർ ഇന്ദു ഈ തൈറോയിഡ് ഗ്ലാൻഡ്സിന് മാത്രമല്ല എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനെ സംബന്ധിച്ച് വളരെ അധികം പഠനം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ ഇന്ദു. അതുകൊണ്ട് ആധികാരികമായിട്ട് ഈ തൈറോയിഡ് ഗ്ലാൻഡിലുണ്ടാകുന്ന മാൽഫങ്ഷനിങ്ങിനെ കുറിച്ച് നമുക്ക് വേണ്ട അവബോധം തരുവാനായിട്ട് ഡോക്ടർ ഇന്ദുവിനെ കൊണ്ട് സാധിക്കും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഈ ഒരു ക്ലാസ്സിലേക്ക് ഡോക്ടർ ഇന്ദുവിനെ വളരെ സന്തോഷത്തോടുകൂടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ, ഈ മനുഷ്യ ശരീരത്തിൽ ഈ തൈറോയിഡ് ഗ്ലാൻഡ് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് പറയാം, ഇമ്പോർട്ടൻസ്. തൈറോയിഡ് എന്ന് പറയുന്നത് നമ്മളുടെ കഴുത്തിന് മുന്നിൽ ഒരു ചിത്രശലഭത്തിൻ്റെ ഷേപ്പിലുള്ള ഒരു ഗ്രന്ഥിയാണ്. അതിൽ നിന്ന് ഉണ്ടാകുന്ന ഹോർമോണാണ് തൈറോക്സിൻ അഥവാ T3 T4 എന്ന് വിളിക്കുന്ന 2 ഹോർമോണുകൾ. തൈറോയിഡിൻ്റെ എന്താണ് അതിൻ്റെ ഫങ്ഷൻ എന്ന് ചോദിച്ചാൽ നമ്മളുടെ ബോഡിയിലെ മെറ്റബോളിസത്തിനെ അത് കൺട്രോൾ ചെയ്യുന്ന ഒരു ഹോർമോണാണ്. അപ്പോൾ എന്താണ് മെറ്റബോളിസം എന്ന് ഉദ്ദേശിക്കുന്നത്? ഈ ഹോർമോണിൻ്റെ വ്യതിയാനത്തിൽ നിന്നാണ് നമ്മൾ മനസ്സിലാകുന്നത് ഇതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന്. വണ്ണം കൂടുക, ഹോർമോൺ കുറഞ്ഞിരിക്കുമ്പോൾ വണ്ണം കൂടുക, അല്ലെങ്കിൽ തണുപ്പൊത്തിരി തോന്നുക, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ മലബന്ധം ഉണ്ടാകുക. പിന്നെ കൂടാതെ ഈ ഹോർമോൺ മറ്റ് സ്ത്രീ ഹോർമോണെ ആണെങ്കിലും പുരുഷ ഹോർമോണെ ആണെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കൊണ്ട് മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് ഉണ്ടാകാം. അതൊക്കെയാണ് ഈ ഹോർമോണിൻ്റെ ഫങ്ഷൻ എന്ന് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഹോർമോണ് ശരീരത്തിൻ്റെ ആകെ തുകയെ ബാധിക്കുന്നതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്, അല്ലേ? ഇത് എല്ലാ മേഖലകളിലും ഇത് ഒരുപോലെ സ്വാധീനിക്കുന്ന ഇത് സ്ത്രീകളിലാണോ പുരുഷന്മാരിലാണോ ഈ ഹോർമോണൽ ഇംബാലൻസ് കൂടുതലായിട്ട് കാണുന്നത്, ഈ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ മാൽ ഫങ്ഷനിങ് കൊണ്ട്? സാധാരണ സ്ത്രീകളിലാണ് കൂടുതലും നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് ആർത്തവ വ്യതിയാനമൊക്കെ വരുമ്പോൾ ചെക്കപ്പ് ചെയ്യാനും ഒക്കെ പോകുമ്പോൾ സ്ത്രീകളിലാണ് കൂടുതൽ കണ്ടുവരുന്നത്. എന്നാൽ പുരുഷന്മാരിലും ഇതിൻ്റെ രോഗം കാണാറുണ്ട്. സ്ത്രീകളിൽ പ്രത്യേകിച്ചും നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് വണ്ണക്കൂടുതൽ അവർ നോട്ടീസ് ചെയ്യുമ്പം അല്ലെങ്കിൽ തണുപ്പ് കൂടുതൽ നോട്ടീസ് ചെയ്യുമ്പോഴൊക്കെയാണ് സാധാരണ ഇതിൻ്റെ ടെസ്റ്റുകൾ ചെയ്യാനായിട്ട് ഇവർ ഡോക്ടറെ സമീപിക്കേണ്ടത്. ഇത് ഈ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകുമ്പോഴേ ചില ആളുകൾക്ക് ഒരു ഡിപ്രഷൻ ഉണ്ടാകുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? ഈ തൈറോയിഡിൻ്റെ ഒരു ഇംബാലൻസ് കൊണ്ട് ഡിപ്രസീവ് ടെൻഡൻസി ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? തൈറോയിഡ് എന്ന് പറയുന്നത് ഞാനെപ്പോഴും കാണുന്ന ഒരു നമ്മളുടെ ഫങ്ഷനിങ് ബോത്ത് മെൻ്റലും ഫിസിക്കൽ ഫങ്ഷനിങ്ങിനും രണ്ടിനും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എല്ലാം ഒരു സ്ലോ ഡൗൺ ചെയ്യുന്നതാണ് നമ്മൾ സാധാരണ തൈറോയിഡിൻ്റെ വ്യതിയാനമുള്ളപ്പോൾ കുറവ് വരുമ്പോൾ കാണുന്നത്.
നമ്മളുടെ ബവൽ മൂവ്മെൻറ്റ് സ്ലോ ഡൗൺ ചെയ്യും, നമ്മൾ ഫങ്ഷൻ ചെയ്യുന്നത്, നമ്മളുടെ രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള ഊർജം അത് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനോടുകൂടെ തന്നെ നമ്മുടെ മൈൻഡിൻ്റെ വർക്കിങ്ങും ഒരു സ്ലോ ഡൗൺ ചെയ്യാനുള്ള സാധ്യത അധികമായിട്ടുണ്ട്. ഇതിൻ്റെ ഞങ്ങളുടെ രോഗികളിൽ കാണുന്നത് ഒരു രാവിലെ ആകുമ്പോഴും ഒരു എഴുന്നേറ്റ് ഒരു ജോലി ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഇല്ല, തളർച്ചയായിട്ട് വരുന്നു, ഡിപ്രഷൻ. അപ്പോൾ യൂഷ്വലി ഒരു ഡിപ്രഷനുള്ള പേഷ്യൻറ്റിൽ നമ്മൾ തൈറോയ്ഡ് തീർച്ചയായിട്ടും ചെക്ക് ചെയ്തിരിക്കണം. കാരണം എളുപ്പം അതിനെ ചികിത്സിക്കാൻ മാറ്റാൻ പറ്റുന്ന ഒരു കാരണമായതുകൊണ്ട്. ഈ മൂഡ് സ്വിങ് ഇതുകൊണ്ടുണ്ടാകാം. മൂഡ് സ്വിങ്ങുകളെക്കാളും കൂടുതൽ ഡിപ്രഷനാണ് കൂടുതലും ഇതിൻ്റെ റിസൾട്ടായിട്ട് കാണുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് ചില ആളുകൾ ഈ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക, ദേഷ്യപ്പെടുക, പെട്ടെന്ന് സങ്കടപ്പെടുക, ഇതൊക്കെ ഈ തൈറോയിഡിൻ്റെ ഒരു മാൽ ഫങ്ഷനിങ് കൊണ്ടുണ്ടാകുന്നതാണെന്നൊക്കെ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനകത്ത് വാസ്തവം വല്ലതും ഉണ്ടോ? തൈറോയിഡ് വേറൊരു തൈറോയിഡിൻ്റെ പ്രോബ്ലം വരുന്നത് ഹൈപ്പർ തൈറോയിഡിസം, അത് തൈറോയിഡിൻ്റെ അളവ് കൂടുന്നത്. അപ്പോൾ ഇതുപോലെ തൈറോയിഡ് കുറേ ആണെങ്കിൽ എല്ലാം സ്ലോ ഡൗൺ ചെയ്യുകയാണെങ്കിൽ തൈറോയിഡ് കൂടി വരുമ്പം നേരെ തിരിഞ്ഞ് സ്പീഡപ്പ് ചെയ്യുന്നതാവും. അപ്പം നെഞ്ചിടിപ്പ് വരിക, അല്ലെങ്കിൽ ഉത്കണ്ഠ അധികമായിട്ട് വരിക, ഒരു കാരണവുമില്ലാതെ ഉത്കണ്ഠപ്പെടുക, രാത്രി ഉറക്കമില്ലാതെ ഇരിക്കുക, ചൂടൊത്തിരി തോന്നുക. അപ്പോൾ ഇത്രയും നമുക്ക് സിംറ്റം വരുമ്പോഴേക്കും രോഗിക്ക് അല്ലാതെ തന്നെ അധികമായിട്ടുള്ള ഉത്കണ്ഠ ഉണ്ടാകും. തൈറോയിഡിൻ്റെ ലെവൽ കൂടുമ്പോൾ പിന്നെ വണ്ണം കുറയുക, ഡയറിയ വരിക. അപ്പം ഇതൊക്കെ തൈറോയിഡ് കൂടുമ്പോഴുള്ള സിംറ്റമാണ്. അതിൽ നിന്നാണ് നമ്മൾ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത്. ഈ രണ്ട് രീതിയിൽ മാൽ ഫങ്ഷനിങ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഹൈപ്പോയും ഹൈപ്പറും, അങ്ങനെയാണോ? അതുകൊണ്ട് അതെ, ഹൈപ്പർ തൈറോയിഡിസം കൂടുതലുള്ളപ്പോൾ, ഹൈപ്പോ തൈറോയിഡിസം തൈറോയിഡ് ലെവൽ കുറഞ്ഞിരിക്കുമ്പോൾ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഏറ്റവും നേരത്തെ തന്നെ കണ്ടുപിടിച്ച് ചികിത്സിക്കുന്നത് അത്യാവശ്യമാണ്. കാരണം നമ്മളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കൂടാതെ നമ്മളുടെ മെറ്റബോളിസം, കൊളസ്ട്രോൾ ലെവൽസ് എല്ലാത്തിനെയും ഇത് ബാധിക്കുന്നുണ്ട്. ഹാർട്ടിൻ്റെ ഫംഗ്ഷനെ ബാധിക്കുന്നുണ്ട്. അധികമായി തൈറോയ്ഡ് ഉണ്ടെങ്കിൽ ഹാർട്ട് റേറ്റ് കൂടാനും നെഞ്ചിടിപ്പ് വരുവാനും ചില പേഷ്യൻസിൽ നമ്മൾ ഹാർട്ട് ഫെയിലറായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇത് നേരത്തെ തന്നെ കണ്ടുപിടിച്ച്, ചികിത്സ വളരെ എളുപ്പമാണ്, എന്നാൽ കണ്ടുപിടിച്ച് ചികിത്സിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ മാൽ ഫങ്ഷനിങ് ഉണ്ടാകാനുള്ള കാരണം എന്നാ? നോർമലായിട്ടുള്ള ഒരാളിൽ ഇതെങ്ങനെയാണ് മാൽ ഫങ്ഷനിങ് ഉണ്ടാകുന്നത്? സാധാരണഗതിയിൽ തൈറോയിഡ് ഒരു ചെറിയ കുട്ടികളിലും ചൈൽഡ്ഹുഡ്, അഡോളസൻസ്, മുതിർന്നവരിലും ഏത് സമയത്ത് വേണമെങ്കിലും തൈറോയിഡിൻ്റെ വ്യതിയാനങ്ങൾ ഉണ്ടാകാം. പ്രധാനമായിട്ടുള്ള കാരണം തൈറോയിഡ് ഗ്രന്ഥിക്കെതിരെ നമ്മളുടെ ശരീരം തന്നെ ആൻറ്റൈബോഡീസ് ഉണ്ടാക്കുന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ആൻറ്റൈബോഡീസ് രണ്ട് രീതിയിലുമാകാം. ചില ആൻറ്റൈബോഡീസ്, അതായത് TPO ആൻറ്റൈബോഡി എന്ന് ഞങ്ങൾ വിളിക്കുന്നത്, അത് ഈ ഗ്രന്ഥി, നോർമലായിട്ടിരിക്കുന്ന ഗ്രന്ഥിയിലെ കോശങ്ങളെ അത് നശിപ്പിക്കും. അപ്പോൾ നമ്മൾ പറയാണ് 100 കോശങ്ങളുള്ള ഒരു ഗ്രന്ഥി എന്നിരിക്കട്ടെ, അതിൽ ഒരു 20% നശിച്ചു പോയാൽ ആ ഗ്ലാൻഡിന് ഉണ്ടാക്കുന്ന ഹോർമോണിൻ്റെ ലെവൽ കുറയും. അതാണ് ഹൈപ്പോ തൈറോയിഡിസം സംഭവിക്കുന്നത്. അതേസമയം ചില ആൻറ്റൈബോഡീസ് ഈ ഉള്ള തൈറോയ്ഡ് ഗ്രന്ഥിയെല്ലാം കൂടുതൽ തൈറോയ്ഡ് പുറപ്പെടുവിക്കാനായിട്ട് തുടങ്ങും. അതിനെയാണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത്. അപ്പം രണ്ട് കാരണങ്ങളും കൂടുതലും നമ്മൾ കാണുന്നത് ഈ ആൻറ്റൈബോഡീസിൻ്റെ പ്രസൻസ് ആണ്. പിന്നീട് അയോഡിൻ ഡെഫിഷ്യൻസി, അതായത് ചില മൗണ്ടനസ് പ്രദേശങ്ങളിൽ നമ്മൾ കാണുന്നത് അവിടെ അയോഡിൻ ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ ഇതേ ഹൈപ്പോ തൈറോയിഡിസം, അല്ലെ തൈറോയിഡിൻ്റെ ഗ്രന്ഥി അധികമായിട്ട് വളരുന്നത് മുഴ പോലെ കാണാൻ സാധിക്കും. അതുകൊണ്ടാണോ ഈ സോൾട്ടിനകത്ത്, ഉപ്പിനകത്ത് അയോഡിൻ ചേർത്ത അയോഡൈസ്ഡ് സോൾട്ട് എന്ന് പറയുന്നത്? അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? തീർച്ചയായിട്ടും പ്രയോജനമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ ഗോയിറ്റർ അല്ലെങ്കിൽ എൻലാർജ് തൈറോയിഡ് എന്നുള്ള അവസ്ഥ ഇപ്പം വളരെ ചുരുക്കം കാണുന്നുള്ളൂ. കാരണം എല്ലാ ഉപ്പിനകത്തും അയോഡൈസ്ഡ് സോൾട്ട് കഴിക്കണമെന്ന് പറയുന്നത്. സാധാരണ ഈ പണ്ട് കാലഘട്ടത്തിൽ അയോഡിൻ ഡെഫിഷ്യൻസി ആയിരുന്നു തൈറോയിഡിൻ്റെ ഏറ്റവും കൂടുതൽ പ്രോബ്ലം. പക്ഷെ നമ്മളിപ്പോൾ കാണുന്നത് ആൻറ്റൈബോഡി കാരണമാണ് കൂടുതലും തൈറോയിഡിൻ്റെ ഡിസീസസ് ഉണ്ടാകുന്നത്. ഈ ആൻറ്റൈബോഡി എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണവുമായിട്ട് എന്തെങ്കിലും റിലേറ്റഡ് ആണോ, നമ്മുടെ മൈൻഡുമായിട്ട് ഇത് റിലേറ്റഡ് ആണോ? അതിങ്ങനെയുള്ള വല്ല ബന്ധമുണ്ടോ ഈ ആൻറ്റൈബോഡി ഉണ്ടാകാൻ? ആൻറ്റൈബോഡി ഉണ്ടാകാനുള്ള കാരണം ജനിതകമായിട്ട് പലരിലും നമ്മൾ ഉണ്ടാകാം. ചില ആൾക്കാരിൽ അതേസമയം എന്തെങ്കിലും ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ഒരു വൈറസോ ഇൻഫെക്ഷൻ ഉണ്ടായി ഈ തൈറോയിഡിനെ നശിപ്പിക്കും. അത് ഈ ആൻറ്റിബോഡി ഉണ്ടാക്കാനുള്ളൊരു കാരണമാകാം. അപ്പം കാരണം എന്തുമാകട്ടെ ചികിത്സ
ഒന്ന് തന്നെയാണ്. ഹൈപ്പോതൈറോയിഡിസം ആണെങ്കിൽ ചികിത്സ തൈറോയ്ഡ് എന്ന ഹോർമോൺ അതേപടി ഗുളിക ആയിട്ട് നമുക്ക് തൈറോനോം ലിവോതൈറോക്സിൻ എന്ന രീതിയിൽ ഗുളികയായിട്ട് തരും. ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചെക്ക് ചെയ്ത് അത് ആദ്യമായിട്ട് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ലാബുകൾ ടെസ്റ്റ് ചെയ്യുക. നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു ലാബിൽ 2 ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്യുന്നത്. TSH അല്ലെങ്കിൽ ഫ്രീ T4 ഈ 2 ടെസ്റ്റും ചെയ്ത് അളവ് കുറവാണോ കൂടുതലാണോ എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. കുറവായ ആൾക്കാരിൽ നമ്മൾ ലിവോതൈറോക്സിൻ എന്ന ഗുളിക കൊടുക്കുന്നു. കൂടുതലാണെങ്കിൽ നേരെ എതിരായിട്ടുള്ളത് ഈ ഹോർമോൺ ഉണ്ടാക്കുന്നത് തടയാൻ തക്കമുള്ള ഗുളിക കൊടുക്കും. രണ്ടിൻ്റെ ട്രീറ്റ്മെൻറ്റ് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. അതിനുശേഷം ഗുളിക കൊടുത്തതിന് ശേഷം ഒരു 4 ആഴ്ച കഴിഞ്ഞ് ഒന്നുകൂടെ നമ്മൾ ലാബ് ടെസ്റ്റുകൾ ചെയ്യും. അപ്പോൾ നോർമൽ ആണെങ്കിൽ ആ ഡോസിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും, അല്ലെങ്കിൽ ഡോസ് വ്യത്യാസങ്ങൾ ഉണ്ടാക്കും. ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കണം എന്ന് ഡോക്ടർ ഇത് ഹൗ ഓഫൺ നമ്മൾ എത്ര പ്രാവശ്യം, അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം, അല്ലെങ്കിൽ 2 വർഷത്തിൽ ഒരു പ്രാവശ്യമോ ഇതിൻ്റെ ടെസ്റ്റ് ഒരു എത്ര നാളിനുള്ളിലൊക്കെ നടത്തണം, അങ്ങനെ വല്ല നിഷ്കർഷമുണ്ടോ? തൈറോയിഡിൻ്റെ അസുഖമില്ലാത്തവരിൽ ചെയ്യണം എന്നുള്ള ആവശ്യമില്ല. സിംറ്റംസ്, അതായത് വണ്ണക്കൂടുതൽ പെട്ടെന്ന് വരുന്നു, അല്ലെങ്കിൽ കാലിൽ നീര് വരുന്നു, മലബന്ധമുണ്ട്, ഡിപ്രഷൻ സിംറ്റംസ്, തണുപ്പ്, ഈ രോഗങ്ങൾ അല്ലെ ഈ സിംറ്റംസ് ഉള്ളവരെയാണ് കൂടുതൽ നമ്മൾ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ടെസ്റ്റ് ചെയ്യുമ്പം അത് വ്യതിയാനം ഉണ്ടെങ്കിൽ, കുറവാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. പിന്നീട് 4 ആഴ്ചയ്ക്ക് ശേഷം നമ്മൾ ഇതൊന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കും. അപ്പോൾ നോർമൽ ആണെങ്കിൽ പിന്നീട് ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസം ഒരു സ്റ്റേബിൾ ഒരു ഡോസിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഒരു 3 മുതൽ 6 മാസം വരെ ഒരിക്കൽ ചെക്ക് ചെയ്താൽ മതി. അതിനെ അടുപ്പിച്ച് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ട്രീറ്റ്മെന്റ് തുടങ്ങിയാലും ഒരു 6 മാസത്തിൽ ഒരിക്കൽ വെച്ച് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. പിന്നീട് ഡോസ് ചേഞ്ചസ്, ഇപ്പം ഒരിക്കൽ വരുമ്പോൾ ലാബിൽ അബ്നോർമാലിറ്റി ഉണ്ട്, നമ്മൾ ഡോസ് ചേഞ്ച് ചെയ്താലും ഒരു 4 മുതൽ 6 ആഴ്ച വരെ ഒന്ന് റീചെക്ക് ചെയ്ത് നോക്കും. കാരണം ചില സമയത്ത് അതും മതിയാകില്ല എന്നുണ്ടെങ്കിൽ റീചെക്ക് ചെയ്ത് നോക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ ഈ ഗുളിക കഴിക്കുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നമ്മൾ സാധാരണഗതിയിൽ വെറും വയറ്റിലാണ് ഇത് കഴിക്കുന്നത്. രാവിലെ വെറും വയറ്റിൽ കഴിച്ചിട്ട് ഒരു 1/2 മണിക്കൂറിന് ശേഷമേ ചൂടായിട്ടുള്ള ചായയോ എന്തെങ്കിലും കുടിക്കാൻ പാടുള്ളൂ. കാരണം ഈ ഗുളിക, ചൂട് അല്ലെങ്കിൽ ഭക്ഷണം എല്ലാം ഇതിൻ്റെ ശരീരത്തിലോട്ടുള്ള അബ്സോർപ്ഷനെ ഒത്തിരി കുറയ്ക്കും. അപ്പം ഡോസ് വേരിയേഷൻ ഉണ്ടാകും. ചില പേഷ്യൻസ് വന്ന് പറയും എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ചോദിക്കുമ്പോൾ ചൂട് ചായ ഉടനെ തന്നെ കുടിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഡോസ് എത്ര മാറ്റിയാലും അവർക്ക് ആ സ്റ്റെബിലിറ്റി കിട്ടാൻ നമ്മൾ പ്രയാസം തോന്നും. കഴിവതും ഒരു 1/2 മണിക്കൂറിന് ശേഷമേ ഭക്ഷണമോ ചായയോ എന്തെങ്കിലും കുടിക്കുക. ഇത് വെറും വെള്ളത്തിൻ്റെ കൂടെ ഗുളിക. പിന്നെ മറ്റു ഗുളികകൾ, കാൽസ്യം, അയൺ എന്നീ ഗുളികകളും ഈ മരുന്നിൻ്റെ കൂടെ കഴിക്കാൻ പാടില്ല. കഴിവതും ഒരു 4 മുതൽ 5 മണിക്കൂർ ഇടവിട്ട് മാത്രമേ കാൽസ്യമോ അയണോ കഴിക്കാൻ പാടുള്ളൂ. അബ്സോർപ്ഷനും അതും പ്രോബ്ലം ഉണ്ടാക്കും. അപ്പം നമ്മൾ കഴിക്കുന്ന ഗുളിക ശരിയായ രീതിയിൽ അബ്സോർബ് ചെയ്യണമെന്ന് വരികിൽ ഭക്ഷണമൊക്കെ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് എടുക്കാവൂ. ചായ പോലും 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഉപയോഗിക്കാം. ഇതിൻ്റെ കൂടെ പല ഗുളികകളും ഇതിനോട് ചേർന്ന് കഴിക്കരുത്. കഴിച്ചാൽ ഇതിൻ്റെ അബ്സോർപ്ഷൻ കുറയും എന്നാണ് പറയുന്നത്. ഈ ചില രംഗങ്ങളിൽ ഈ തൈറോയിഡ് ഗ്ലാൻഡ് തന്നെ അങ്ങ് റിമൂവ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്ത് അങ്ങ് മാറ്റുന്ന അവസ്ഥയുണ്ടല്ലോ, അത് ഏത് കണ്ടീഷൻ, ഏത് അവസ്ഥയിലാണ് അതങ്ങ് മാറ്റുന്നേ? ചിലവർ തൈറോയ്ഡ് മുഴകൾ കാണാം. എല്ലാ മുഴകളും, അതാണ് ഈ നോഡ്യൂൾസ്, തൈറോയ്ഡ് നോഡ്യൂൾസ് എന്ന് പറയുന്നത്. എല്ലാ മുഴകളും പ്രശ്നമുള്ളതായിരിക്കണം എന്നില്ല. അതിനുള്ള നമ്മൾ മോണിറ്റർ ചെയ്യുന്നതെന്ന് വെച്ചാൽ തൈറോയ്ഡ് അൾട്രാസൗണ്ട് എടുക്കും. അൾട്രാസൗണ്ട് എടുക്കുമ്പോൾ ചില തരത്തിലുള്ള ഫീച്ചേഴ്സ് അല്ലെ ക്രൈറ്റീരിയ ഉണ്ട്. അതിൽ കൂടുതൽ സോളിഡ് ആയിട്ടുള്ള ഏരിയാസ്, അല്ലെങ്കിൽ അതിനകത്ത് ചില തരത്തിലുള്ള കാൽസ്യം ഡെപ്പോസിറ്റ്സ് ഒക്കെ കാണുകയാണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ, പിന്നെ സൈസ് വലുപ്പമുള്ള 1 സെൻറ്റിമീറ്റർ കൂടുതലൊക്കെ ആണെങ്കിൽ നമ്മളത് കുത്തിയെടുത്ത് പരിശോധിച്ച് നോക്കും. കുത്തിയെടുത്ത് പരിശോധിക്കുമ്പോൾ അതിനകത്ത് നോർമൽ അല്ലാത്ത സെൽസ് അല്ലെങ്കിൽ ക്യാൻസർ തരത്തിലുള്ള സെൽസിനെ കണ്ടാൽ അപ്പോഴാണ് നമ്മൾ സാധാരണഗതിയിൽ തൈറോയിഡിൻ്റെ ഒന്നുകിൽ ആ ഭാഗം മാത്രമോ, പക്ഷെ സ്പ്രെഡ് ഉണ്ടെങ്കിൽ തൈറോയിഡ് മുഴുവനായിട്ടും നമ്മൾ എടുത്തു മാറ്റുകയും അതിൻ്റെ ബാക്കി ചികിത്സകൾ ചെയ്യുകയും. എല്ലാ മുഴകളെയും എടുത്തു മാറ്റണം എന്നില്ല. കാരണം പല മുഴകളും വളരെ ഒരു 6 മന്ത്ലി തൈറോയ്ഡ് അൾട്രാസൗണ്ട് മോണിറ്ററിങ് ഉണ്ടെങ്കിൽ പല മുഴകളും തന്നെത്താനെ അത് മാറിപ്പോകുന്നത് കാണാം. അപ്പം അതിനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ മുഴയുടെ വലിപ്പം പെട്ടെന്ന് കൂടുകയോ വേദന വരികയോ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടുതൽ
ക്ലോസർ മോണിറ്ററിങ് ആവശ്യമുണ്ട്. അപ്പോൾ ഒരു നോഡ്യൂൾസ് ഉള്ളത് കൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതെല്ലാം ക്യാൻസറസ് ലെവലിലേക്ക് വളരത്തില്ല. എന്നാൽ അത് നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോഴെങ്കിലും ഇതിനെന്തെങ്കിലും വ്യതിയാനം വരികയാണെങ്കിൽ അത് നമ്മൾ വേണ്ട രീതിയിലുള്ള ചികിത്സകൾ ആ സമയത്ത് എടുക്കേണ്ടതാണെന്ന്. ഈ തൈറോയിഡ് പാർട്ട്ലി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഭാഗികമായിട്ട് ഇത് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി ഭാഗങ്ങളൊക്കെ ഫങ്ഷൻ ചെയ്യുന്നത് നമുക്ക് നോർമലായിട്ട് ആവശ്യമുള്ള ഹോർമോൺ അതിൽ നിന്ന് കിട്ടുമോ? ചില ആളുകളിൽ അത് ബാക്കി പകുതി കൊണ്ട് തന്നെ ഫുൾ ഹോർമോൺ റീപ്ലേസ്മെന്റ് ഉണ്ടാകാറുണ്ട്. പക്ഷെ എങ്കിലും ചില ബാക്കി ഭാഗത്ത് ഇപ്പോൾ തൈറോയിഡിന്റെ ഡിസീസ് വരികയാണെങ്കിലോ അല്ലെ ആ ഭാഗം കൊണ്ട് ശരീരത്തിന്റെ ഫങ്ഷനിങ് നോർമൽ അല്ലെങ്കിലോ വെളിയിൽ നിന്ന് ഗുളികകൾ കഴിക്കേണ്ടി വരും. പക്ഷെങ്കിൽ ഫുൾ തൈറോയിഡ് എടുത്തു മാറ്റേണ്ട അത്രയും കഴിക്കേണ്ടി വരില്ല. ഈ തൈറോയിഡ് കംപ്ലീറ്റ് മാറ്റി കഴിഞ്ഞാൽ ഈ തൈറോയിഡിന്റെ ഫങ്ഷന് നടത്തിക്കൊണ്ടിരുന്നതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേറെ വലുതുണ്ടോ? തൈറോയിഡ് മാറ്റിക്കഴിഞ്ഞാൽ അതേ ഗുളികയാണ് ഹോർമോൺ ഫോമിലുള്ളത്. ആ ഡോസ് എടുക്കുക എന്നുള്ളതാണ്. അത് നിർത്തിക്കഴിഞ്ഞാൽ അതിന് പകരമായിട്ട് ഓൾട്ടർനേറ്റീവായിട്ട് ഒന്നുമില്ല. കാരണം ഇത് ഹോർമോണായിട്ട് തന്നെ നമുക്ക് റീപ്ലേസ് ചെയ്തേ മതിയാകുള്ളൂ. അത് കഴിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വണ്ണം കൂടുകയും കൊളസ്ട്രോൾ കൂടുകയും അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് തന്നെ വളരെ അധികമായിട്ടിത് ഫങ്ഷനിങ് പ്രോബ്ലം ഉണ്ടാകും. അതുകൊണ്ട് തൈറോയ്ഡ് ഹോർമോണായിട്ട് തന്നെ കഴിക്കുന്നതാണ് അഡ്വൈസബിൾ. അപ്പോൾ ഇത് മാറ്റിക്കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും ഹോർമോൺ ഗുളികകൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കണം. അതെ, അതിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് ആണത്. പക്ഷെ എങ്കിലും വളരെ എളുപ്പത്തിൽ ഒരു ചെറിയ ഗുളിക കഴിക്കുന്നത് ഇത്രയും നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫും കൂടാതെ മെറ്റബോളിസത്തിനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് ഇപ്പോൾ ഇൻസുലിൻ ആണെങ്കിൽ കുത്തിവെപ്പാണ്, അതിനെക്കാട്ടിലും 100 ഇരട്ടി എളുപ്പമാണ് ഒരു ഗുളിക ഫോർമുല ഹോർമോണായിട്ട് എടുക്കുക. ഹോർമോൺ ഗുളികയ്ക്ക് വല്ല സൈഡ് ഇഫക്റ്റും ഉണ്ടോ? ഒട്ടുമില്ല. കാരണം ഹോർമോൺ ഗുളികയായിട്ട് തന്നെയാണ്, സൈഡ് എഫക്റ്റ് ഇല്ല. ഒരു ഹോർമോൺ കഴിക്കുന്ന നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അതേ ഹോർമോൺ തന്നെയാണ് ഗുളികയായിട്ട് തരുന്നത്. അതുകൊണ്ട് അതിന് സൈഡ് എഫക്റ്റുകളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ഹോർമോൺ തുടർച്ചയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് ഡോക്ടർ പറഞ്ഞത്. ഇത് കംപ്ലീറ്റ് റിമൂവ് ചെയ്യുകയാണെന്ന് വരിയിൽ ഈ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നതിനെ കുറിച്ച് ഡോക്ടർ കുറച്ചുകൂടി ഒന്ന് വ്യക്തമാക്കാമോ? ഹൈപ്പർ തൈറോയിഡിസം പറഞ്ഞതുപോലെ തന്നെ തൈറോയ്ഡ് ഹോർമോൺ അധികമായിട്ട് ഗ്ലാൻഡ് തന്നെ ഉണ്ടാക്കുന്നു. ആൻറ്റിബോഡീസ് ആണ് അതിന് കാരണക്കാർ. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഹോർമോൺ ഹാർട്ടിൻ്റെ ചില റിസപ്റ്റേഴ്സിനെ ചെന്ന് ഇത് എഫക്റ്റ് ചെയ്താൽ ഹാർട്ട് റേറ്റ് കൂടും. അപ്പോൾ നമ്മൾ ഹാർട്ട് റേറ്റ് ആവശ്യത്തിൽ കൂടുതൽ കൂടിയാൽ ഹാർട്ട് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഹൃദയത്തിന് ഫങ്ഷൻ ചെയ്യാതെ വരുമ്പോൾ ഹാർട്ട് ഫെയിലിയർ ഉണ്ടാകും. കൂടാതെ തന്നെ ഇത് നമ്മുടെ ബവൽ മൂവ്മെൻറ്റിനെ ബാധിക്കും. ചൂട് കൂടുതൽ തോന്നും. നമ്മുടെ മെൻ്റൽ സ്റ്റെബിലിറ്റി, അതായത് ആങ്ഷ്യസ് ആകാനായിട്ടുള്ള എല്ലാ ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അങ്ങനെ രോഗലക്ഷണങ്ങളുള്ളവരാണ് കൂടുതലും ഈ തൈറോയിഡ് അപ്പോഴും ടെസ്റ്റ് ചെയ്യണം. തൈറോയിഡ് ലെവൽസ് കൂടുതലാണെന്ന് കാണുകയാണെങ്കിൽ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ചില ആൾക്കാരിൽ ഹൈപ്പർ തൈറോയിഡിസം വളരെ ഒരു ട്രാൻസിയൻ്റ് ആണ്, ടെമ്പററി ആയിട്ടാണ് വരുന്നത്. ഒരു 3 മാസം 6 മാസം കൊണ്ട് തന്നെത്താനെ ഫിക്സ് ആകും. അതിൻ്റെ കാരണം ചില വൈറസുകൾ തൈറോയിഡിനെ അഫക്റ്റ് ചെയ്തിട്ട് ഈ ഹോർമോൺ കൂടുതലായിട്ട് പുറപ്പെടുവിക്കുന്നു. പക്ഷെങ്കിൽ ആ തൈറോയിഡ് സെൽസ് കോശങ്ങൾ നശിച്ചു കഴിഞ്ഞ് ആ ഹോർമോൺ വെളിയിൽ വന്നു കഴിഞ്ഞ് ഒരു മാസം കൊണ്ട് ഹോർമോൺ ലെവൽസ് തിരിച്ച് നോർമലായി പഴയപടി. പക്ഷെ ഈ ഒരു പ്രോസസ്സിൽ ചില കോശങ്ങൾ നശിക്കപ്പെടും. അപ്പോൾ ആദ്യം തൈറോയ്ഡ് ലെവൽ കൂടുകയും പിന്നെ നമ്മൾ കാണുന്നത് തൈറോയ്ഡ് ലെവൽ കുറയുകയും ചെയ്യും. കാരണം കുറേ കോശങ്ങൾ നശിച്ചതുകൊണ്ട് അവയ്ക്ക് തൈറോയ്ഡ് ഹോർമോൺ ഉണ്ടാക്കാൻ സാധിക്കാത്തതുണ്ട്. പിന്നെ ഒരു 6 മാസം നോക്കുമ്പോൾ തൈറോയ്ഡ് ലെവൽസ് നോർമലായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ ഇത് വളരെ ഒരു ടെമ്പററി പ്രോസസ്സാണ്. ഈ പേഷ്യൻറ്റുകളിൽ നമ്മൾ ചെയ്യുന്നത് സാധാരണഗതിയിൽ നമ്മളൊരു ലാബ് ടെസ്റ്റ് ചെയ്ത് നോക്കും. സിംറ്റം അവർ പറയുമ്പോൾ സാധാരണ കഴുത്തിന് വേദന ഉണ്ടായിരുന്നു, ഒരു വൈറൽ പനി വന്നിരുന്നു എന്ന് കേൾക്കുമ്പോൾ ഇത് കൂടുതലും തൈറോയിഡൈറ്റിസ് എന്നാണ് ഇതിന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പേഷ്യൻ്റ് നമ്മൾ പ്രത്യേകിച്ച് ഗുളികകൾ നെഞ്ചെടുപ്പുള്ളവർക്ക് മാത്രം ഒരു ഗുളിക കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. കൂടുതലൊന്നും അവർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. തൈറോയ്ഡ് ലെവൽസ് കുറയുകയാണെങ്കിൽ അതിനുള്ള ഹോർമോൺ 1 മാസത്തേക്ക് വല്ലതും കൊടുക്കും. പിന്നീട് നോർമലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ മരുന്നുകളെല്ലാം നിർത്താവുന്നതാണ്. ഇതല്ലാതെ മറ്റൊരു ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ കാരണമാണ് ഗ്രേവ്സ് ഡിസീസ്. അതായത് പെർമനൻ്റ് ആയിട്ട് തൈറോയ്ഡ് ലെവൽസ് കൂടി നിൽക്കുന്നു. അത് ആൻറ്റിബോഡി കാരണം ഉണ്ടാകുന്നതാണ്. ഇതിൽ സംഭവിക്കുന്നത് തൈറോയ്ഡ് ഒരു കാരണവുമില്ലാതെ കൂടുതൽ ഹോർമോൺ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ കാരണത്തിന് നമ്മൾ തൈറോയ്ഡ് ഹോർമോൺ ബ്ലോക്ക് ചെയ്തേ മതിയാവുള്ളൂ. അതിനായിട്ട് ഗുളികകളുണ്ട്. ആ
രോഗികളിൽ പ്രത്യേകമായിട്ട് ഡോസ് കൂട്ടി ഗുളികകൾ കൊടുത്തതിന് ശേഷം ഇതുപോലെ 4 ആഴ്ചയ്ക്ക് ശേഷം ഞങ്ങൾ തൈറോയ്ഡ് ലെവൽസ് ടെസ്റ്റ് ചെയ്ത് നോക്കും. ലെവൽസ് നോർമലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ മരുന്നുകൾ ഉപയോഗിക്കും. ഇത് ഏതാണ്ട് ഒരു വർഷം വരെ നമ്മൾ ഗുളികകളിൽ നോക്കും ഇത് ലെവൽസ് കുറയുന്നുണ്ടോ. ചില ആൾക്കാരിൽ തന്നെത്താനെ ഈ ഗ്രേവ്സ് ഡിസീസും തന്നെ ചികിത്സിക്കപ്പെടാറുണ്ട്. പക്ഷെങ്കിൽ കുറച്ച് ശതമാനം ആൾക്കാരിൽ ഇതേ സമയം ഇതൊരു പെർമനൻ്റ് ആയിട്ടുള്ള കണ്ടീഷനാണ്. ആ ആൾക്കാരിൽ നമ്മൾ 2 തരം അപ്രോച്ചാണ് ചെയ്യുന്നത്. ഒന്ന്, ഇവർക്ക് റേഡിയോ ആക്റ്റീവ് അയഡൈൻ ഡൈ, ഒരു അയഡൈൻ നമ്മൾ തൈറോയിഡ് പെട്ടെന്ന് ഏറ്റെടുക്കുന്ന ഒരു എലമെൻ്റാണ്. അത് റേഡിയോ ആക്റ്റീവായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ഈ ഗ്ലാൻഡിനെ ഏതാണ്ട് ബേൺ അപ്പ് ചെയ്യുന്ന ഒരു എഫക്റ്റ് ഉണ്ട്. അപ്പോൾ എവിടെയാണോ അധികമായിട്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഭാഗം ഈ റേഡിയോ ആക്റ്റീവ് അയഡൈൻ ഡൈ ബേൺ അപ്പ് ചെയ്യും. ഇതിൻ്റെ ഗുണം തൈറോയ്ഡ് സർജറി വേണ്ട, പെട്ടെന്ന് തന്നെ ഒരു 2 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ ഈ തൈറോയിഡിൻ്റെ ഈ വ്യതിയാനത്തിനെ ഫിക്സ് ചെയ്യാൻ പറ്റും. ഒരു സൈഡ് എഫക്റ്റ് ഉള്ളത് ഈ നോർമൽ ഗ്ലാൻഡും ഇതിൻ്റെ കൂടെ തന്നെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ചെയ്യുന്നത് പിന്നീട് ഈ രോഗികളിൽ ലൈഫ് ലോങ് ചിലപ്പോൾ തൈറോയ്ഡ് ഹോർമോൺ കഴിക്കേണ്ട ആവശ്യം വരും. അത് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ്. അല്ലാതെ വളരെ സേഫായിട്ട് ചെയ്യുന്നൊരു പ്രൊസീജിയറാണ്. പിന്നീടുള്ള ഓപ്ഷൻ, ചിലവരിൽ തൈറോയ്ഡ് ഗ്ലാൻഡ് വളരെ വലുതാകുകയും ഈ ഒരു എൻലാർജ്ഡ് ആയി പോകുന്ന പേഷ്യൻസിൽ പുറത്തോട്ട് കാണുന്ന അവസ്ഥ എന്ന് പറയുന്നത് അത് 2 ഹൈപ്പോതൈറോയിഡിലും വരാം, ഹൈപ്പർ തൈറോയിഡിലും വെളിയിലോട്ട് വരാം. ഹൈപ്പർ തൈറോയിഡിൽ അമിതമായിട്ട് ഗ്ലാൻഡ് എൻലാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ റേഡിയോ ആക്റ്റീവ് അയഡൈന് വലിയ റോളില്ല. കാരണം അത് അത്രയും സെൽസിനെ നശിപ്പിക്കാനുള്ള കഴിവ് അതിനില്ലെങ്കിൽ നമ്മൾ അപ്പോഴാണ് തൈറോയിഡ് സർജറി പറയുന്നത്. തൈറോയ്ഡ് സർജറി ചെയ്താലും ഇതേപോലെ ഗ്ലാൻഡ് മാറ്റുക, പിന്നെ ജീവിതകാലം മുഴുവൻ ഹോർമോൺ കഴിക്കേണ്ടി വരും. ഒരു കാര്യം, തൈറോയ്ഡ് ഹോർമോണിനെ അസസ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ എളുപ്പമാണ്. പക്ഷേ തൈറോയ്ഡ് ലെവൽസ് ഒത്തിരി കൂടി നിൽക്കുമ്പോൾ മന്ത്ലി ടു എവറി 3 months മോണിറ്ററിങ് വേണം. അതുകൊണ്ടാണ് ഹൈ തൈറോയ്ഡ് സ്റ്റേറ്റ് ആണ് ലോ തൈറോയിഡിനെക്കാട്ടിലും കുറച്ചുകൂടെ നമ്മൾ അധികമായിട്ട് മോണിറ്റർ ചെയ്യേണ്ട ഒരു സംഗതി. ഡോക്ടർ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് തൈറോയിഡ് പ്രോബ്ലം എന്നും പറഞ്ഞാൽ അതിനെ അങ്ങ് ജനറലൈസ് ചെയ്യാൻ ഒക്കത്തില്ല. അത് ഏത് കാറ്റഗറിയാണ്, എന്തുകൊണ്ടുണ്ടാകുന്നതാണ്, ഏത് അവസ്ഥയിലാണ്, ഇങ്ങനെയൊക്കെയുള്ളൊരു വിദഗ്ധ ചികിത്സ, അതിനോടനുബന്ധിച്ചുള്ള പരിശോധന ഇതിനാവശ്യമാണ്. അങ്ങനെയാണെന്ന് വരികിൽ ഈ തൈറോയിഡ് പ്രോബ്ലം ഉള്ളവർ ഏത് ഡോക്ടറെയാണ് പോയി കാണേണ്ടത്? ഇത് സാധാരണ ഒരു ഫിസിഷ്യനെ കണ്ടാൽ മതിയോ, അതോ ഇതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഏത് ഡോക്ടറെയാണ് പ്രത്യേകിച്ച് അത് കണ്ട് ചികിത്സ എടുക്കേണ്ടത്? സാധാരണഗതിയിൽ എൻഡോക്രൈനോളജിസ്റ്റിനെ കാണാനാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ആദ്യത്തെ ഒരു ഹൈപ്പോതൈറോയിഡിസം ആണെങ്കിൽ അത് കണ്ടുപിടിക്കുകയും അതിൻ്റെ ചികിത്സ തുടങ്ങി ഡോസ് സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഫിസിഷ്യൻ്റെ ഫോളോ അപ്പ് ആവശ്യമുള്ളൂ. ഹൈപ്പർ തൈറോയിഡ് അതേസമയം കുറച്ചുകൂടെ ഒരു കൂടുതൽ മോണിറ്ററിംഗ് എല്ലാം ആവശ്യമുള്ളത് കൊണ്ട് ഒരു എൻഡോക്രൈനോളജിസ്റ്റിനെ കാണുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് പ്രഗ്നൻ്റ് ആയിട്ടുള്ള വിമൻ, ഗർഭിണികൾക്ക് ഹൈപ്പോതൈറോയിഡ് ആണെങ്കിലും ഹൈപ്പർ തൈറോയിഡിസം ഉള്ളവർക്കും 2 കൂട്ടർക്കും വളരെ ക്ലോസ് മോണിറ്ററിംഗ് വേണം. കാരണം നമ്മൾ ഗർഭിണിയായിരിക്കുമ്പോൾ ഈ ഗുളികകളുടെ അളവുകൾക്ക് വളരെ വ്യത്യാസം വരും. അതിനാൽ അത് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും കുഞ്ഞിൻ്റെ മെൻ്റൽ ഡെവലപ്മെൻറ്റിനും വളരെ അത്യാവശ്യമാണ് തൈറോയ്ഡ് ഹോർമോൺ. ഇപ്പോൾ ഗർഭിണിയായിരിക്കുന്നവർ കഴിവതും ഒരു 2 മാസത്തിൽ ഒരിക്കൽ തൈറോയ്ഡ് ലെവൽ ചെക്ക് ചെയ്യുകയും നോർമൽ ലെവൽസിലാണെന്ന് തീർച്ചപ്പെടുത്തുകയും ചെയ്യണം. അതിന് വേറൊരു കാര്യമുള്ളത്, ഗർഭിണികൾ കുഞ്ഞിനെ ഡെലിവറി ചെയ്ത് കഴിഞ്ഞുള്ള 1 വർഷവും ഈ തൈറോയിഡിന് അധികമായിട്ടുള്ള വ്യതിയാനങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അതും ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്ത് മോണിറ്റർ ചെയ്യണം. അപ്പോൾ ഈ പ്രസവവുമായിട്ട് ഇതിനൊരു ബന്ധമുണ്ടോ ഈ സ്ത്രീകളിൽ ഈ തൈറോയിഡിൻ്റെ ഈ മാൽ ഫങ്ഷനിങ്ങിന്? ചില ആൻറ്റിബോഡീസ് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ കൂടുതലായിട്ട് പ്രവർത്തിക്കും. ആ പ്രവർത്തനം കാരണമാണ് തൈറോയ്ഡ് എന്നെ അത് അഫക്റ്റ് ചെയ്യാനുള്ളത്. അപ്പം ഗർഭിണി ആയിരിക്കുമ്പോഴും ഇവൻ ഒരു പോസ്റ്റ് പാർട്ടം അല്ലെ ഡെലിവറി അനന്തരം ഉള്ള ആ സമയത്തും പല തൈറോയ്ഡ് പ്രോബ്ലം ഇല്ലാത്തവർക്കും പലരിലും കാണുന്നുണ്ട്. പക്ഷെ അതൊരു 1 വർഷത്തിനുള്ളിൽ തന്നെത്താനെ യൂഷ്വലി അത് ക്യൂർ ആകാറുണ്ട്. പക്ഷേ ഇടയ്ക്കുള്ള ആ സമയം തീർച്ചയായിട്ടും അവർക്ക് ട്രീറ്റ്മെൻറ്റ്
പലപ്പോഴും സംഭവിക്കുന്നത് കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ അവർ വിചാരിക്കും ഇതിൻ്റെ കുഞ്ഞിന് കാരണമാണ് ഈ ക്ഷീണം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ. പക്ഷേ പലരിലും നമ്മൾ കാണുന്നത് ഹൈപ്പോതൈറോയിഡിസം ഈ സമയത്ത് ഉണ്ടാകുകയും അത് ട്രീറ്റ് ചെയ്താൽ വളരെയധികം കൂടുതൽ മെച്ചപ്പെട്ട ട്രീറ്റ്മെൻറ്റ് നമുക്ക് കൊടുക്കാനും സാധിക്കും. ഡോക്ടറെ, ഈ തൈറോയിഡ് പ്രോബ്ലം ഉള്ള ആളുകൾ പലരും ചോദിക്കുന്ന ഒരു സംശയമാണ്, അവരുടെ ഭക്ഷണക്രമത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ, ചില പ്രത്യേക ഭക്ഷണങ്ങൾ കഴിക്കണോ, ചിലത് കഴിക്കാതിരിക്കണോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഡോക്ടർ അഭിപ്രായം എന്നാ? സാധാരണഗതിയിൽ ഹൈപ്പോതൈറോയിഡ് അല്ലെങ്കിൽ തൈറോയിഡ് കുറവുള്ള ആൾക്കാർക്ക് പലപ്പോഴും ചോദിക്കുന്നത് ക്യാബേജ് കഴിക്കാമോ, കപ്പ കഴിക്കാമോ എന്ന ചോദ്യങ്ങളുമായിട്ട് വരുന്നത്. അധികമായിട്ട് ഇപ്പം 1 കിലോ ഒരു മാസങ്ങൾ, എല്ലാ ദിവസവും മാസങ്ങൾ കഴിച്ചാലാണ് ഈ ഹോർമോണ് ബ്ലോക്ക് ചെയ്യാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ ബാലൻസ്ഡ് ഡയറ്റിൽ അത്രയൊന്നും ഒരിക്കലും വരത്തില്ല. അപ്പം ക്യാബേജ് ആഴ്ച 3-4 ദിവസമോ അല്ലെങ്കിൽ കപ്പ കഴിച്ചെന്ന് വെച്ച് ഹോർമോണിന് യാതൊരു വ്യതിയാനവും വരത്തില്ല. പിന്നീട് ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ്, ക്രമീകൃതമായ ആഹാരം കഴിക്കുക എന്നുള്ളത്, എക്സസൈസ്, ഡയറ്റ് എല്ലാം ചെയ്താൽ ഹോർമോണിന് വ്യതിയാനം നമ്മുടെ വണ്ണം കൂടാതിരിക്കുകയും ഓവറോൾ ഹെൽത്തിനെ അത് സഹായിക്കും. ഈ വെജിറ്റബിൾ ഫുഡാണോ നോൺ വെജ് ഫുഡാണോ ഇതിന് കൂടുതൽ സഹായകരമായിട്ടുള്ളത്? അതിനെക്കുറിച്ചൊന്ന് പറയുക. രണ്ടാണെങ്കിലും സോയ എന്നുള്ള ഒരു പ്രോട്ടീൻ അധികമായിട്ട് കഴിച്ചാൽ ചിലപ്പോൾ തൈറോയിഡിന് കുറച്ച് വ്യതിയാനങ്ങളുണ്ടാകാം. പക്ഷെ അധികം എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും വളരെ കൂടുതൽ കഴിക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ സാധാരണക്കാരുടെ ഡയറ്റിൽ അങ്ങനെ വരാറില്ല. മെയിൻലി ഡയറ്റ്, എക്സർസൈസ്, നമ്മുടെ വെയിറ്റ് കൺട്രോൾ അതെല്ലാം ചെയ്താൽ തന്നെ സാധാരണഗതിയിൽ തൈറോയിഡിൻ്റെ ഫങ്ഷനിങ് വളരെ കൺട്രോൾഡ് ആയിട്ട് തന്നെ പോകാം. മെഡിക്കൽ ഫീൽഡുമായിട്ടൊന്ന് മാറി ഞാൻ മറ്റൊരു ചോദ്യം ചോദിച്ചു കൊള്ളട്ടെ. ഈ മാനസികമായ നമ്മുടെ ആഘാതങ്ങൾ, മെൻ്റൽ സ്ട്രെയിന്, ട്രോമ, സ്ട്രെസ്സ്, ഇതൊക്കെ ഈ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ മാൽ ഫങ്ഷനിങ്ങിന് എന്തെങ്കിലും കാരണമായി തീരാറുണ്ടോ? യൂഷ്വലി അങ്ങനെ കാണാറില്ല. കാരണം കൂടുതലും ഈ ആൻറ്റൈബോഡീസ് ആണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത്. സ്ട്രെസ് മുഖാന്തരം ആൻറ്റൈബോഡീസ് കൂടുന്നതായിട്ട് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. പക്ഷെങ്കിൽ തൈറോയിഡ് ഡിസീസ് ഉള്ളവർ ഇപ്പോൾ അമിതമായിട്ട് വണ്ണം കൂടുക, അല്ലെങ്കിൽ അവരുടെ ഡയറ്ററി ലൈഫ് സ്റ്റൈൽ മാറുക, അപ്പോഴൊക്കെ വണ്ണം കൂടുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഡോസും കൂടും. ആ സമയത്ത് അപ്പം തൈറോയിഡ് കുറഞ്ഞു പോവുകയാണെങ്കിൽ അവർക്ക് ക്ഷീണക്കൂടുതലും പിന്നീട് അതിൻ്റെ പ്രകാരം വണ്ണം കൂടുകയും ചെയ്താൽ ഇതൊരു സൈക്കിൾ, വിഷ്യസ് സൈക്കിൾ പോലെ വന്നുകൊണ്ടിരിക്കും. കാരണം ഇത് ഹോർമോൺ വ്യതിയാനങ്ങൾ ഉള്ളതിന് ഒന്നെങ്കിൽ ഹോർമോൺ കൊടുക്കുക വെളിയിൽ നിന്ന്, അല്ലെങ്കിൽ ഹോർമോൺ അധികമായിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് ചെയ്യുക എന്നുള്ള ഇത് രണ്ടാണ് ഓപ്ഷൻസ് ഉള്ളത്. അപ്പോൾ അതിനായിട്ടുള്ള ലാബ് ടെസ്റ്റ് ചെയ്യുകയും ചികിത്സിക്കുകയും ചെയ്യാന്നുള്ളതാണ് ഒരു ഫിസിഷ്യൻ എന്ന രീതിയിൽ പറയാനൊക്കെ സംഗതികളല്ലേ. ഓക്കെ ഡോക്ടറെ, ഇത്രയും നേരം ഈ തൈറോയിഡ് സംബന്ധമായിട്ട് മനുഷ്യർക്കുണ്ടാകുന്നതാണ് ശാരീരിക വ്യതിയാനങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. തൈറോയിഡിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് ചില ആളുകളുടെ ശരീരം ക്ഷീണിക്കും, തളർച്ച ഉണ്ടാകും, ഭക്ഷണത്തോട് വെറുപ്പുണ്ടാകും, ഉറക്കം കൂടും. മറ്റു ചില ആളുകൾക്ക് ഉറക്കം നഷ്ടപ്പെടും, ഹൃദയമിടിപ്പ് കൂടും, ഭക്ഷണം കൂടുതലായിട്ട് കഴിച്ചു എന്ന് വരാം, ശരീരത്തിൻ്റെ ചൂട് വർദ്ധിച്ചു എന്ന് വരാം. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള സിംറ്റമായിട്ടാണിത് ഈ രോഗത്തിൻ്റെ അവസ്ഥയനുസരിച്ച് പ്രകടമാകുന്നത്. അപ്പോൾ അതെന്താണ് എന്നുള്ളത് ഒരു ഡോക്ടറെ കണ്ട് വിദഗ്ധമായൊരു ചികിത്സയെടുത്ത് അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. ഡോക്ടർ പറഞ്ഞൊരു സംഗതി, ഇതിന് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്നാണ്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തക്ക സമയത്ത് എടുക്കുകയാണെങ്കിൽ അത് ശരിയായ രീതിയിൽ പരിഹരിക്കാനായിട്ട് സാധിക്കും. ചിലപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡ് മാറ്റേണ്ടി വന്നാൽ പോലും പേടിക്കേണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് ആവശ്യമായിരിക്കുന്ന ഹോർമോൺ ഗുളികകൾ കഴിച്ചാൽ അതിന് ആ ഒരു പ്രവർത്തനത്തിൽ നമുക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടും. അവിടെ നമ്മുടെ ശരീരം നോർമലായിട്ട് ഫങ്ഷൻ ചെയ്യുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അത് ഇത് ജനങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായി തീരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം വന്ന് ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കുകയും ജനങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന അവബോധം പകർന്നു കൊടുക്കുകയും ചെയ്തതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഡോക്ടറോടുള്ള നന്ദി അറിയിക്കുന്നു.